എരുമേലിയിൽ ശബരിമല തീർത്ഥാടകർക്ക് മർദ്ദനം, അമിത വില ഈടാക്കിയത് ചോദ്യം ചെയ്തതിനാണ് വ്യാപാരികൾ മർദ്ദിച്ചത്. തിരൂരങ്ങാടി സ്വദേശി സുമേഷിനും സംഘത്തിനുമാണ് മർദ്ദനമേറ്റത്. വെള്ളിയാഴ്ച എരുമേലി ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം നടപ്പന്തലിന് സമീപമായിരുന്നു സംഭവം. അമിത വില ചോദ്യം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്ത്. എരുമേലി അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് നിന്നും നടപ്പന്തലിൻ്റെ ആ ഭാഗത്തു നിന്ന് ഇതിനുപാട് അപ്പോൾ ഒരു ചായക്ക് എത്ര വെച്ചപ്പോൾ 20 രൂപ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവരോട് അവരുടെ വിലൂര പെട്ടിയും അതുപോലെ ഇതിൻ്റെ ലൈസൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ ലൈസൻസിൻ്റെ നമ്പർ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എവിടെയാണ് പ്രദർശിപ്പിച്ചിട്ടുണ്ടോ ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ കടയുടെ പുറത്തു നിന്നിരുന്ന 4-5 പേര്, ഒരു 6ഓളം പേര് വരുന്ന എന്നെയും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അച്ഛനെയും ആക്കി ഇവരെല്ലാവരെയും മർദ്ദിക്കുകയും എന്നെ എൻ്റെ കഴുത്തിന് കയറി പിടിക്കുകയാണ് ചെയ്തത്. നീ എന്നാ ഉണ്ടാക്കാനടാ ഇവിടെ വന്നിട്ട് എന്നാണ് അവർ ചോദിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അന്ന് തന്നെ പുലർച്ചെ എരുമേലി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ലൈസൻസ് കാണിക്കത്തില്ലല്ലോ? ഇല്ല. നിങ്ങളെ ലൈസൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നല്ല പറഞ്ഞത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, അമിത വില ഈടാക്കിയത് ചോദ്യം ചെയ്താൽ അടിക്കും, ഒരു സംശയവുമില്ല. എരുമേലിയിൽ സംഭവിച്ചത് അതാണ്. നേരത്തെ തന്നെ പരാതി ഉണ്ടായിരുന്നു, ശബരിമല തീർത്ഥാടകരെ പിഴിയുന്നതായി ആക്ഷേപം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് നമ്മൾ നേരിട്ട് കാണുകയും ചെയ്തു. എന്താണ് വിശദാംശങ്ങൾ മിഥുൻ? എരുമേലിയിൽ ഇത്തരത്തിൽ അയ്യപ്പന്മാർക്ക് നേരെ ഇത്തരത്തിൽ അമിത വില ഈടാക്കുകയും അതോടൊപ്പം തന്നെ അവ ചോദ്യം ചെയ്യുന്നവരെ കായികമായി നേരിടുകയും ശാരീരികമായി ആക്രമിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഇത് തുടർക്കഥയാവുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇപ്പോൾ അത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ്. കൃത്യമായി ചട്ടമുണ്ട്. ഇത് എരുമേലിയിൽ വില വിവരങ്ങൾ പ്രദർശിപ്പിക്കണം, അത് ഏകോപിപ്പിച്ചുകൊണ്ടുള്ള വിലകൾ പ്രദർശിപ്പിക്കണമെന്നും ലൈസൻസുകൾ പ്രദർശിപ്പിക്കണമെന്നെല്ലാം കൃത്യമായിട്ടുള്ള ചട്ടമുണ്ട്. അത് ഹൈക്കോടതിയുടെ കൂടി കൃത്യമായിട്ടുള്ള നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് അത്തരം തീരുമാനങ്ങളിലേക്ക് പ്രാദേശിക ഭരണകൂടങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതൊന്നും അവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഒരു ചായക്ക് 20 രൂപയാണ് 16-ാം തീയതി പുലർച്ചെ ഇവരിൽ നിന്ന് ഈടാക്കിയത് എന്നുള്ളതാണ്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇത് എരുമേലി വലിയമ്പലം എന്നറിയപ്പെടുന്ന ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിന്റെ നടപ്പന്തലിനകത്തുള്ള കടയിൽ നിന്നാണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ്. ഒരു ചായക്ക് 20 രൂപ ഈടാക്കിയതോടുകൂടി ഇത് വിലവിവരപ്പെട്ടിക ആരായുകയാണ് ഈ തിരൂരങ്ങാടി സ്വദേശി സുമേഷ് അടക്കമുള്ള സംഘം ചെയ്തത്. ലൈസൻസ് കാണിക്കണമെന്നും ആവശ്യപ്പെട്ടു. ലൈസൻസിന്റെ നമ്പർ എവിടെയെന്നും ചോദിക്കുകയുണ്ടായി. പക്ഷെ ഇതൊന്നും കാണിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഇത് ചോദ്യം ചെയ്ത ഇവരെ ശാരീരികമായി ആക്രമിക്കുകയാണ് ചെയ്തത്. ഈ കൂട്ടത്തിലുള്ളവർക്ക് നേരെ ആക്രമിക്കുകയും ഒപ്പം തന്നെ ഈ സുമേഷിന്റെ കഴുത്തിന് പിടിച്ച് തള്ളുകയും ചെയ്തു എന്ന് ഈ പരാതിയിൽ പറയുന്നു. മാത്രമല്ല, ഇപ്പോൾ നമ്മളോടും ഈ ദൃശ്യങ്ങളിലും അയാൾ പ്രതികരിച്ചിട്ടുണ്ട്. ഈ അയ്യപ്പ ഭക്തൻ പ്രതികരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഇതിനുശേഷം എരുമേലി പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ഈ ദൃശ്യങ്ങളും അതുപോലെ തന്നെ ഈ പരാതി രേഖാമൂലം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ പരാതിയിന്മേൽ ഇതുവരെ കേസ് എടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. ഇത് സംബന്ധിച്ചുള്ള പ്രതികരണത്തിന് വേണ്ടി എരുമേലി പോലീസുമായി ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ ഒരു പ്രതികരണത്തിന് അവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഈ ദൃശ്യങ്ങളിൽ അടക്കമുണ്ട് ഇവരെ വാക്കേറ്റത്തിൽ ഏർപ്പെടുന്ന വ്യക്തികൾ ആരുടെ മുഖങ്ങൾ വ്യക്തമാണ്. ഒപ്പം തന്നെ പുറത്തു നിന്നുള്ള ആളുകൾ കടന്നു വന്ന് ഇയാളെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇവർ തന്നെയാണ് മർദ്ദിച്ചത് എന്നും ഈ അയ്യപ്പ ഭക്തൻ പറയുന്നുണ്ട്. ഇത്തരത്തിൽ മർദ്ദിച്ചവരെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള തെളിവുകളും ദൃശ്യങ്ങളും അടക്കം ഉണ്ടായിട്ടും ഇവർക്കെതിരെ കേസ് എടുക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടി എടുക്കാൻ എരുമേലി പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ നടപടിക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയരുകയാണ്. ഹിന്ദു ഐക്യവേദി അടക്കം ഈ വിഷയത്തിൽ പ്രതിഷേധം വ്യക്തമാക്കിയിട്ടുണ്ട്. അനിലമ്പ്യ. എരുമേലിയിൽ ശബരിമല തീർത്ഥാടകർക്ക് മർദ്ദനം, അമിത വില ഈടാക്കിയത് ചോദ്യം ചെയ്തതിനാണ് വ്യാപാരികൾ മർദ്ദിച്ചത്. തിരൂരങ്ങാടി സ്വദേശി സുമേഷും സംഘത്തിനുമാണ് മർദ്ദനമേറ്റത്. വെള്ളിയാഴ്ച എരുമേലി ശ്രീധർമ്മശാസ്താ ക്ഷേത്രം നടപ്പന്തലിന് സമീപമായിരുന്നു സംഭവം. അമിത വില ചോദ്യം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ ജനൻ ടിവിക്ക് കിട്ടി. മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.